രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ന്യൂറോ സർജനും മനഃശാസ്ത്രജ്ഞനുമായ വിക്ടർ ഫ്രാങ്കിൾ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞ് 9-ാം മാസമാണ് അദ്ദേഹം ജയിലിൽ അകപ്പെട്ടത്. ഭാര്യ, അമ്മ, അച്ഛൻ, സഹോദരൻ, അങ്ങനെ തൻ്റെ ഉറ്റവരെയെല്ലാം ഹിറ്റ്ലറുടെ നാസിപ്പട കൊന്നൊടുക്കി. നിരന്തരമായ കാരാഗ്രഹ പീഡകളും ഉറ്റവരുടെ മരണവും എല്ലാം ആയപ്പോൾ അദ്ദേഹം ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഷേവ് ചെയ്യാൻ കരുതിയിരുന്ന ബ്ലേഡ് എടുത്ത് കയ്യിലെ ഞരമ്പ് മുറിക്കാൻ നോക്കിയപ്പോഴതാ ജയിൽ മുറിയിൽ ഒട്ടും വെളിച്ചമില്ല. വെളിച്ചം കിട്ടാൻ വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു കിളിവാതിൽ തള്ളി തുറന്നു. പുറത്ത് മരങ്ങളും ചെടികളും ഒക്കെ മനോഹരമായിട്ട് പൂവിട്ട് നിൽക്കുന്നു. വസന്തകാലം വന്നിരിക്കുന്നു. താൻ ഈ ജയിലിൽ വന്നപ്പോൾ പ്രകൃതി മുഴുവൻ കൊടും വേനലിൽ ഉണങ്ങി നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെയെങ്കിൽ ദുരിതക്കയത്തിൽ നട്ടം തിരിയുന്ന തൻ്റെ ജീവിതത്തിലും ഒരു വസന്തകാലം വരില്ലേ? ആ വിശ്വാസം ദൃഢമായപ്പോൾ അദ്ദേഹം ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു. ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ വസന്തകാലത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങി. അധികം വൈകാതെ യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. തുടർന്ന് നാസി പട്ടാളം തടവിലാക്കിയ എല്ലാവരും സ്വതന്ത്രരാക്കപ്പെട്ടു. വിക്ടർ ഫ്രാങ്കിൾ വിശ്വസിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വസന്തകാലം വന്നു. 39 പുസ്തകങ്ങൾ എഴുതിയതിൽ ഇംഗ്ലീഷിൽ മാത്രം 4 മില്യൺ കോപ്പികൾ വിറ്റുപോയ മാൻസ് സെർച്ച് ഫോർ മീനിങ് ആണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലർ. ജയിലിനകത്തെ തൻ്റെയും സഹതടവുകാരുടെയും അതികഠിനമായ ജീവിതത്തെപ്പറ്റിയും അതിനെ മറികടക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പ്രത്യാശ മാർഗങ്ങളെ പറ്റിയുള്ള ആ ബുക്ക് എഴുതി തീർത്തത് വെറും 9 ദിവസം കൊണ്ടാണ്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും. എന്നാൽ ചുറ്റും കാണുന്ന കൂരിരുട്ടിനെ ശുഭാപ്തി വിശ്വാസത്തോടെ മറികടന്ന് ജയിച്ചു കയറാൻ ധീരന്മാർക്കേ സാധിക്കൂ. അങ്ങനെയെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ധീരന്മാരാണ്. ഇതുപോലെ എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്തിരിക്കുന്നു അല്ലേ? So let's keep going strong. Wish you all a very fabulous life ahead. Thank you.